നമസ്കാരം. നമുക്കിന്ന് പ്രൈമോറയിലെ ആക്ടിവിറ്റി റിലേഷൻഷിപ്പിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. നമ്മളിതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട് 3 തരം ആക്ടിവിറ്റീസ്, 4 തരം റിലേഷൻഷിപ്പാണ് നമുക്ക് ഉള്ളത്. അത് കൊടുക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ മുമ്പുള്ള വീഡിയോസിൽ നമ്മൾ ചെയ്തിരുന്നു. പക്ഷേ ഒന്ന് ഞാൻ പറഞ്ഞിരുന്നു, പിന്നെ എങ്ങനെയാണ് നമ്മൾ ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പം ഇത് ഏത് റിലേഷൻഷിപ്പ് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നതിന് കുറച്ച് എക്സ്പേർട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. സാധാരണ ഫിനിഷ് ടു സ്റ്റാർട്ടാണ് നമ്മൾ കൊടുക്കാറുള്ളത്. മറ്റ് കണ്ടീഷൻസ് എപ്പോഴൊക്കെ ഏത് സാഹചര്യത്തിൽ കൊടുക്കണം, അതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ, അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഈ വീഡിയോയിൽ നേരത്തെ ഉള്ള വീഡിയോ കാണാത്തവർക്ക് ചിലപ്പോൾ ഈ വീഡിയോ ക്ലിയർ ആയെന്ന് വരത്തില്ല. ഇപ്പം അഥവാ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ പഴയ വീഡിയോസ് എല്ലാം ഒന്ന് കാണുക. നമ്മൾ പുതിയ ഒരു പ്രോജക്റ്റ് ഓപ്പൺ ചെയ്തു. ആക്ടിവിറ്റി 1 ഓക്കെ. നമുക്കൊരു 5 ആക്ടിവിറ്റി കൊടുക്കാം. നമുക്ക് എല്ലാ ആക്ടിവിറ്റിക്കും ഡിഫറെൻ്റ് ഡ്യൂറേഷനും കൂടെ കൊടുക്കാം, പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി. ഓക്കെ. ഇപ്പോൾ നമ്മൾ 5 ആക്ടിവിറ്റീസ് നമുക്ക് ഡിഫറെൻ്റ് റിലേഷൻഷിപ്പ് കൊടുത്തിട്ട് ഒന്ന് ഷെഡ്യൂൾ ചെയ്യുമ്പോഴുള്ള ഡിഫറൻസ് ആദ്യം നോക്കാം. നമുക്ക് ഇത് എല്ലാം ഫിനിഷ് ടു സ്റ്റാർട്ട് ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഡയറക്റ്റ് സെലക്ട് ചെയ്തിട്ട് ലിങ്ക് ആക്ടിവിറ്റീസ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ റിലേഷൻഷിപ്പും ഫിനിഷ് ടു സ്റ്റാർട്ടായിട്ട് കാണിക്കും. ഇപ്പം നമുക്ക് റിലേഷൻഷിപ്പിൻ്റെ ടാബ് ആഡ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് പ്രെഡിസസർ സക്സസർ സെപ്പറേറ്റ് കാണിക്കണമെന്ന് നിർബന്ധമില്ല. ഇത് കസ്റ്റമൈസ് ചെയ്തിട്ട് റിലേഷൻഷിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ. നമുക്കിത് മാത്രം മതി. ഇപ്പോൾ ആക്ടിവിറ്റി 1ൻ്റെ സക്സസർ ആക്ടിവിറ്റി 2 ആണ്. റിലേഷൻഷിപ്പ് ഫിനിഷ് ടു സ്റ്റാർട്ടാണ്. ബാക്കി എല്ലാ ആക്ടിവിറ്റിയുടെയും നോക്കിയാൽ അറിയാം, എല്ലാം ഫിനിഷ് ടു സ്റ്റാർട്ടിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഈ ടോട്ടൽ ഇപ്പം ഒറിജിനൽ ഡ്യൂറേഷൻ ഡ്യൂറേഷൻ 15 കാണിക്കുന്നത്. നമ്മൾ ഷെഡ്യൂൾ ഇതുവരെ ചെയ്തിട്ടില്ല. നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നു. ഓൾ പ്ലേസ് യൂസ് ദെയർ ഓൺ ഡാറ്റ ഡേറ്റ്. ഓക്കെ. ഓപ്ഷൻസ് ചെക്ക് ചെയ്യുന്നു. ഓക്കെ. ഇവിടെ ഈ ഷെഡ്യൂൾ ഓട്ടോമാറ്റിക്കലി പിന്നെ ചേഞ്ച് എഫക്ട്സ് ഡേറ്റ് എന്നുള്ളത് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ആകും. നമ്മൾ റിയൽ ടൈമിൽ നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടെന്നുള്ളത് പെട്ടെന്ന് കാണാൻ പറ്റും. ഓക്കെ. ഷെഡ്യൂൾ പറയുന്നു. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ആക്ടിവിറ്റിയും ഒരു ആക്ടിവിറ്റി തീരുന്ന ഡേറ്റിൽ അടുത്ത ആക്ടിവിറ്റി എന്നുള്ള രീതിയിലേക്ക് വന്നു. അപ്പോൾ നമുക്ക് 8-ന് തീരുന്നു, 9-ന് സ്റ്റാർട്ട് ചെയ്യുന്നു, 22nd തീരുന്നു, 23rd സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ. ഇപ്പോൾ ഇത് ഫിനിഷ് ടു സ്റ്റാർട്ട് സിമ്പിളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ഇവിടെ നമ്മൾ ഫിനിഷ് ടു സ്റ്റാർട്ടിന് ലാഗ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. അപ്പം 2 ടൈപ്പ് ലാഗിങ് ഉണ്ട്. അപ്പം അത് നമുക്ക്
റിലേഷൻഷിപ്പിൽ നമ്മൾ ഫിനിഷ് ടു സ്റ്റാർട്ടിൽ പോസിറ്റീവ് ലാഗ് അല്ലെങ്കിൽ അങ്ങനെയല്ല പറഞ്ഞു, പോസിറ്റീവ് ലാഗ്, നെഗറ്റീവ് ലാഗ്, സീറോ ലാഗ്. ഡീഫോൾട്ടായിട്ട് സീറോ ലാഗായിരിക്കും കിടക്കുന്നത്. ഇത് എല്ലാ കണ്ടീഷനിലും എങ്ങനെയാണ് ആക്റ്റീവ് ആകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് നമ്മൾ ഫിനിഷ് സ്റ്റാർട്ടിൻ്റെ പോസിറ്റീവ് ലാഗ് എന്താണ്, നെഗറ്റീവ് ലാഗ് എന്താണ്, സീറോ ലാഗ് എന്താണ്, അതുകൊണ്ടുണ്ടാകുന്ന എഫക്റ്റ് എന്താണ്. അടുത്തത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ ഐറ്റംസ് വരുമ്പോഴത്തേക്ക് നോക്കാം. അപ്പം ഓക്കെ, ആക്ടിവിറ്റി 1 കഴിഞ്ഞാൽ ഉടനെ തന്നെ ആക്ടിവിറ്റി 2 സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെ ഞാൻ ഈ ആക്ടിവിറ്റി 1ൻ്റെ റിലേഷൻഷിപ്പിൽ സക്സസർ ഫിനിഷിന് ഇവിടെ ലാഗ് ഓപ്ഷൻ ഇവിടെ നമുക്ക് കാണാം, ഈ ഒരു ഭാഗം. അപ്പം ഈ ലാഗ് ഇപ്പോൾ കിടക്കുന്ന 0 ഞാനത് 1 എന്ന് കൊടുക്കുന്നത്. അതായത് നമ്മുടെ പ്രൊജക്റ്റ് ഫുള്ള് നമ്മൾ ഡേയിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ആ സെറ്റിങ്സ്, ടൈം പീരീഡിൻ്റെ സെറ്റിങ്സ്, 8 hours എന്നുള്ളത്, ഡേ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോസിൽ നമ്മൾ ക്ലിയറായിട്ട് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ അഡ്മിൻ്റെ അകത്ത് കാറ്റഗറീസ്, അതുപോലെ കലണ്ടർ സെറ്റിങ്സ് ഒക്കെ പറയുന്നുണ്ട്. അപ്പം ഞാനൊരു പുതിയ ലാപ്ടോപ്പിൽ ഇപ്പോൾ ഇത് കയറ്റിയതേ ഉള്ളൂ, പ്രൈമറി ഇൻസ്റ്റാൾ ചെയ്തതാണ്, അതിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പം സൺഡേ സാറ്റർഡേയും ഓഫും, ബാക്കിയുള്ള ദിവസം 8 hours എന്നുള്ള രീതിയിലുള്ള ഇതാണ് കിടക്കുന്നത്. ഓക്കെ, ഒരു കലണ്ടറാണ്, കോർപ്പറേറ്റ് സ്റ്റാൻഡേർഡ് ഫുൾ ടൈം എന്നുള്ള കലണ്ടറാണ് കിടക്കുന്നത്, ഗ്ലോബൽ കലണ്ടർ. അപ്പോൾ ആ കലണ്ടർ പ്രകാരം ഞാനിവിടെ ലാഗ് 1 day കൊടുത്തു. അപ്പോൾ ഇവിടെ 0 കൊടുത്ത സമയത്ത് 9 ആയിരുന്നു. 1 day കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഡേറ്റ് ചേഞ്ച് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ ആക്ടിവിറ്റി 1 പ്രെഡെസസർ ഫിനിഷ് ടു സ്റ്റാർട്ട് ലാഗ് 1 day കൊടുക്കുന്നു. 8th ഫിനിഷ് ചെയ്തിട്ട് 0 ആയിരുന്നപ്പോൾ 9th August സ്റ്റാർട്ട് ചെയ്യുന്ന ആണ് നമ്മൾ ഇവിടെ ഡേറ്റ് ഉള്ളത്. ഞാൻ ഒരു ദിവസം ഡിലേ ലാഗ് കൊടുക്കുന്നു. ഈ ഒരു ദിവസം ലാഗ് എന്ന് ഉദ്ദേശിക്കുന്നത് 8th വർക്ക് ഫിനിഷ് ചെയ്താൽ 9th എന്ന് പറയുന്ന ഡേ നമ്മൾ ഫ്രീ ആക്കി വിടുന്നു എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. 9th കഴിഞ്ഞാൽ പിന്നെ ഉടനെ അത് 12th വന്നു. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയി കലണ്ടർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നമുക്ക് ഓഗസ്റ്റിലെ കലണ്ടർ ഒന്ന് ചെക്ക് ചെയ്താൽ ഓഗസ്റ്റിൽ 9th ഫ്രൈഡേ ആണ്, 10th 11th സാറ്റർഡേ സൺഡേ ആണ്, പിന്നെ നെക്സ്റ്റ് ഡേ വരുന്നത് 12th ആണ്. അതുകൊണ്ടാണ് ഇവിടെ 12th വന്നേക്കുന്നത്. പിന്നെ ടോട്ടൽ ഡ്യൂറേഷൻ 45 ആയി. നമുക്കിനി ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. ലാഗ് 0 ചെയ്ത് കൊടുക്കുന്നു. ടോട്ടൽ ഡ്യൂറേഷൻ 44 ആണ്. വീണ്ടും ലാഗ് 1 കൊടുക്കുന്നു. ടോട്ടൽ ഡ്യൂറേഷൻ 45 ആയി. അപ്പോൾ ഇടയിലുള്ള സാറ്റർഡേ സൺഡേ നമുക്കിവിടെ ഡ്യൂറേഷനിൽ കാണിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കാൻ ആണ് ഈ ഇത് പറഞ്ഞത്. ഓക്കെ, ഇത് പോസിറ്റീവ് ലാഗാണ് നമ്മൾ കൊടുത്തത്.
സപ്പോസ് ഞാൻ നെഗറ്റീവ് ലാഗായിട്ട് -1 ആണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ എഫക്റ്റ് നോക്കുക. 8ന് ആക്ടിവിറ്റി 1 ഫിനിഷ് ചെയ്യുന്നു. അതേ 8ന് തന്നെ അത് ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതേ ദിവസം തന്നെ ആക്ടിവിറ്റി 2 സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം ഇത് സാധാരണ പ്രൊജക്റ്റുകളിൽ നമ്മൾ ഓൺ ഷെഡ്യൂൾസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ ലാഗ് അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുക്കാറുള്ളത്. ഫ്ലോട്ട് ഡയറക്റ്റായിട്ട് കാണിക്കാതിരിക്കാനും ഒക്കെ നമ്മൾ ലാഗ് നെഗറ്റീവ് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ പോസിറ്റീവ് കൊടുക്കാറുണ്ട്. ഇപ്പം ഒരു പ്രൊജക്റ്റിൻ്റെ ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് പ്രൊജക്റ്റിൻ്റെ ആക്ടിവിറ്റി ഡ്യൂറേഷന് സപ്പോസ് ആക്ടിവിറ്റി ഡ്യൂറേഷന് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രൊജക്റ്റിൻ്റെ ഡ്യൂറേഷൻ, അതായത് ആക്ടിവിറ്റി ഡ്യൂറേഷൻ മാറ്റാതെ തന്നെ ഒരു പ്രൊജക്റ്റിൻ്റെ ഡ്യൂറേഷൻ മാറ്റണമെന്നുണ്ടെങ്കിൽ, കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാഗ് കൊടുത്തിട്ട് നെഗറ്റീവോ പോസിറ്റീവോ ലാഗ് കൊടുത്തിട്ട് ചെയ്യാം. ഞാനിവിടെ ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ മാറ്റുന്നില്ല. പകരം ഞാൻ ഈ ആക്ടിവിറ്റി 1ഉം 2ആയിട്ടുള്ള ലാഗ് -2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രൊജക്റ്റിൻ്റെ ഡ്യൂറേഷൻ 42 ദിവസമായി കുറഞ്ഞു. ഇവിടെ ഡ്യൂറേഷൻ ആക്ടിവിറ്റി 1ൻ്റെ 6 ദിവസം തന്നെയാണ്, ആക്ടിവിറ്റി 2ൻ്റെത് 10 ദിവസം തന്നെയാണ്. അപ്പം ഫിനിഷ് ടു സ്റ്റാർട്ട് കൊടുത്ത ശേഷം, ഒരു റിലേഷൻഷിപ്പ് കൊടുത്ത ശേഷം നമുക്ക് സപ്പോസ് ഒരു ടോട്ടൽ ഡ്യൂറേഷൻ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നെഗറ്റീവ് ലാഗ് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ അതേപോലെ തന്നെ നമ്മൾ ഒരു ദിവസം പോസിറ്റീവ് ലാഗ് കൊടുത്തു. ഇത് ഞാൻ 4 ദിവസം പോസിറ്റീവ് ലാഗ് കൊടുക്കുന്നു. പ്രൊജക്റ്റ് ഡ്യൂറേഷൻ 45ആയി. ഇവിടെ 20th കഴിഞ്ഞ് വീണ്ടും 27 ആണ് വരുന്നത്. 4 ദിവസം ലാഗ് എന്ന് പറയുമ്പോൾ 21st, 22nd, 23rd, 24th, 25th വരേണ്ടതാണ്. അപ്പോൾ 25th-ഉം 26th-ഉം ശനി ഞായറും ആകാനാണ് സാധ്യത. അതുകൊണ്ടാണ് കണ്ടോ 24th-ഉം 25th ശനി ഞായറും ആയതുകൊണ്ടാണ് ഡയറക്റ്റ് ഓഗസ്റ്റ് 20th ഇവിടെ ചേർന്നു. നമ്മൾ ലാഗ് 4 ദിവസം പറഞ്ഞു. 1, 2, 3, 4 ശനിയാഴ്ചയാണ്. അപ്പോൾ 4, 26, 4 ദിവസം ലാഗ് എന്ന് പറയുമ്പോൾ 26 വരെ ലാഗ് പോയി. 25, 27 അടുത്ത അവൈലബിൾ ഡേറ്റ്. അപ്പോൾ ലാഗ് ഫിനിഷ് ടു സ്റ്റാർട്ടിന് കൊടുക്കുമ്പോൾ ഉള്ള എഫക്റ്റാണ് നമ്മൾ പഠിച്ചത്. പിന്നെ നമുക്കിതിനെ ലാഗെല്ലാം മാറ്റിയിട്ട് അടുത്ത റിലേഷൻഷിപ്പ് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാത്തിൻ്റെയും ലാഗ് നമ്മൾ 0 ആക്കി കൊടുക്കുന്നു. ഓക്കെ, 0 ലാഗിൽ ഷെഡ്യൂളായിട്ടുണ്ട്. നമ്മളിവിടെ ഓട്ടോമാറ്റിക് ഷെഡ്യൂൾ ഓൾറെഡി ഇവിടെ ഓപ്പണാണ്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഷെഡ്യൂൾ ചെയ്യാത്തത്. ഇതും ഈ പറയുന്നത് പോലെ ലെവൽ റിസോഴ്സസും ഓട്ടോമാറ്റിക് ചെയ്യിക്കാൻ പറ്റും. പലപ്പോഴും ഞാൻ കണ്ടേക്കുന്നത് എല്ലാവരും ചെയ്ത് കഴിഞ്ഞിട്ട് ആണ് ഷെഡ്യൂൾ ചെയ്യുന്നത്. നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ നമുക്ക് ഈ ഓട്ടോമാറ്റിക് ഷെഡ്യൂൾ ഓൺ ആക്കണം. കാര്യം എഫക്റ്റ് നമുക്ക് അപ്പോഴപ്പോൾ തന്നെ അറിയാൻ പറ്റും. ഡ്യൂറേഷനിലുള്ള എഫക്റ്റ് അറിയത്തുള്ളൂ. റിസോഴ്സിലുള്ള എഫക്റ്റുകൾ അറിയണമെങ്കിൽ നമ്മൾ ഷെഡ്യൂൾ റൺ ചെയ്ത് തന്നെ നോക്കണം. ഷെഡ്യൂളിൻ്റെ സെറ്റിങ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ ജനറൽ സെറ്റിങ്സ് ഇത്രയുണ്ട്. അതേപോലെ അഡ്വാൻസ്ഡ് സെറ്റിങ്സ്, മൾട്ടിപ്പിൾ ഫ്ലോട്ട് വേണോ വേണ്ട എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വീണ്ടും അഡ്വാൻസ് ലെവലിലേക്ക് പോകുമ്പോൾ പഠിക്കും. ഇന്ന് നമ്മൾ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഷെഡ്യൂളിങ്ങിൽ എന്താണ് വരുന്നതെന്ന് മാത്രം നോക്കാം. ഇനി സെക്കൻഡ് റിലേഷൻഷിപ്പ്, സ്റ്റാർട്ട് ടു സ്റ്റാർട്ടാണ്. സ്റ്റാർട്ട് ടു സ്റ്റാർട്ടാണ് നമ്മുടെ സെക്കൻഡ് റിലേഷൻഷിപ്പ് സാധാരണ നമ്മൾ പറയാനുള്ളത്. സെക്കൻഡ് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ടു സ്റ്റാർട്ട്. ഓക്കെ, ഞാൻ ഇപ്പോൾ എല്ലാം ഈ റിലേഷൻഷിപ്പ് എല്ലാം സ്റ്റാർട്ട് ടു സ്റ്റാർട്ടാക്കി മാറ്റണം.
എനിക്ക് നേരത്തെ ചെയ്തതുപോലെ ഡയറക്റ്റ് ലിങ്ക് കൊടുക്കാൻ പറ്റില്ല. ഡയറക്റ്റ് ലിങ്ക് കൊടുത്താൽ ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് ലിങ്ക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന കമാൻഡ് ഞാൻ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഫുള്ള് സെലക്ട് ചെയ്തിട്ട് ഡയറക്റ്റ് ലിങ്ക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഇപ്പോൾ 2 ഫിനിഷ് ടു ഫിനിഷ് കൂടെ ഇതിൻ്റെ അകത്ത് ആഡായി എന്നേ ഉള്ളൂ. ശരിക്കും ഈ ഡബിൾ ചെക്കിങ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം എനിക്ക് ഈ റിലേഷൻഷിപ്പ് കളയണം. ഞാനിപ്പം ഇവിടെ കോളംസിൽ നമുക്ക് ആ റിലേഷൻഷിപ്പ് കാണിക്കുന്ന കോളംസ് കൊടുത്തിട്ട് അതിനെ 0 ആക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് പ്രെഡെസസർ അതുപോലെ സക്സസർ അപ്ലൈ കൊടുക്കുക. ഓക്കെ പറയാം. ഓക്കെ, സക്സസർ ഞാൻ റിമൂവ് ചെയ്തു. ഫിൽ ഡൗൺ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെ ഇതിപ്പോൾ 5 ആക്ടിവിറ്റി ആയതുകൊണ്ട് ഞാനിങ്ങനെ കളയുന്നു. അല്ലാതാണ് നമുക്ക് റിലേഷൻഷിപ്പ് കളയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്ലോബൽ ചേഞ്ച് ഉപയോഗിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ നമുക്ക് ഈ ആക്ടിവിറ്റീസ് എല്ലാം സെലക്ട് ചെയ്തിട്ട് സപ്പോസ് നമ്മൾ ലിങ്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ഓരോ ആക്ടിവിറ്റി ആയിട്ട് അതിൻ്റെ സക്സസർ ഏതാണെന്ന് നോക്കിയിട്ട് റിമൂവ് ചെയ്ത് ഗ്ലോബൽ ചേഞ്ച് തന്നെ പറ്റത്തുള്ളൂ കേട്ടോ. ഗ്ലോബൽ ചേഞ്ച് തന്നെ ഉപയോഗിച്ച് റിലേഷൻഷിപ്പ് മാറ്റാൻ പറ്റത്തുള്ളൂ. അപ്പം അല്ലെങ്കിൽ നമ്മളിത് ഓരോന്നായിട്ട് തന്നെ റിമൂവ് ചെയ്ത് കളയുകയാണ്. ഓക്കെ, ഇപ്പോൾ എല്ലാ ആക്ടിവിറ്റിയുടെയും റിലേഷൻഷിപ്പ് ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത റിലേഷൻഷിപ്പ് കൊടുക്കാം. ആക്ടിവിറ്റി 1 കഴിഞ്ഞിട്ട് ആക്ടിവിറ്റി 1ൻ്റെ സക്സസറായിട്ട് ആക്ടിവിറ്റി 2ന് അസൈൻ ചെയ്യുന്നു. ഫിനിഷ് ടു സ്റ്റാർട്ട് എന്നുള്ളതിന് ഞാൻ സ്റ്റാർട്ട് ടു സ്റ്റാർട്ട് കൊടുക്കുന്നു. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി 2ന് ആക്ടിവിറ്റി 3 ഞാൻ സക്സസറായിട്ട് കൊടുക്കുന്നു. ആക്ടിവിറ്റി 3ക്ക് ആക്ടിവിറ്റി 4 സക്സസറായിട്ട് കൊടുക്കുന്നു. ആക്ടിവിറ്റി 5ന് ആക്ടിവിറ്റി 4ന് ആക്ടിവിറ്റി 5 സക്സസറായിട്ട് കൊടുക്കുന്നു. ഓക്കെ, ആക്ടിവിറ്റി 5ന് സക്സസറില്ല. ഓക്കെ, ഇത് ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന സക്സസർ റിലേഷൻഷിപ്പ് ഞാൻ എല്ലാം സ്റ്റാർട്ട് ടു സ്റ്റാർട്ടാക്കി മാറ്റാൻ പോവാം. ഇതെല്ലാം സ്റ്റാർട്ട് ടു സ്റ്റാർട്ടാക്കുക. ഓക്കെ, ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആക്ടിവിറ്റി 1 സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം ആക്ടിവിറ്റി 2ന് സ്റ്റാർട്ട് ചെയ്യാം. ആക്ടിവിറ്റി 2 സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം തന്നെ ആക്ടിവിറ്റി 3ക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് ടു സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ഈ ആക്ടിവിറ്റീസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ആക്ടിവിറ്റി 2ന് ഞാൻ ഒരു ദിവസം ലാഗ് കൊടുത്താൽ
ഇപ്പോൾ നമ്മൾ ആക്ടിവിറ്റി 3ക്കാണ് ലാഗ് കൊടുത്തത്. അതായത് ആക്ടിവിറ്റി 1 കഴിഞ്ഞിട്ട് ഒരു ദിവസം ലാഗിലാണ് ആക്ടിവിറ്റി 2 എങ്കിൽ, അല്ല 2 ദിവസം ലാഗിലാണ് ആക്ടിവിറ്റി 2 എങ്കിൽ, ബാക്കി എല്ലാ S2S റിലേഷൻ ആയതുകൊണ്ട്, സ്റ്റാർട്ട് ടു സ്റ്റാർട്ട് റിലേഷൻ ആയതുകൊണ്ട് ബാക്കി എല്ലാ ആക്ടിവിറ്റിയും ഒരു ദിവസം കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ ഏതോ ഒരു ആക്ടിവിറ്റി ലിങ്ക് ഇല്ല എന്ന് തോന്നുന്നു. ഓക്കെ, എല്ലാ ആക്ടിവിറ്റിയും സ്റ്റാർട്ട് ടു സ്റ്റാർട്ടാണ്. അപ്പം നമ്മൾ ആക്ടിവിറ്റി 3ക്ക് ഒരു 3 ദിവസം ലാഗ് സെപ്പറേറ്റ് കൊടുക്കുന്നു. ആക്ടിവിറ്റി 3 to 4, ഇപ്പോൾ 4ന് 3 to 4, 4 to 5 ഒരു ദിവസം കൊടുക്കുന്നു. അപ്പോൾ ഈ ആക്ടിവിറ്റികൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്രമേ മറ്റുള്ള ആക്ടിവിറ്റികളെ അഫക്റ്റ് ചെയ്യൂ, ഫിനിഷ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇത് കൊടുക്കുന്നത്. ഇതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് എന്താ പറയാൻ പറ്റുക? ഇപ്പം ഫോർ എക്സാമ്പിൾ, സൈമൾട്ടേനിയസ് ആയിട്ട് ചെയ്യേണ്ട വർക്കാണ്. ഇപ്പം ടൈല്, ബാത്റൂമിൻ്റെ ടൈല് ഇടുന്നതും മറ്റു മുറികളിലെ ടൈൽ ഇടുന്നതുമായിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷെ നമുക്ക് ബാത്റൂമിലെ ടൈൽ ആദ്യം ഫിനിഷ് ചെയ്ത് പോകണം എന്നുള്ള ഒരു മോട്ടീവ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ബാത്റൂമിലെ ടൈൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നു. പിന്നെ അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ ബാക്കി ഇൻസൈഡ് റൂമുകളിലെ ടൈലുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ഒരു കണ്ടീഷനാണെന്ന് വെക്കുക. സപ്പോസ് ആക്ടിവിറ്റി 2 ടൈലിംഗ് ഇൻ വാഷ്റൂംസ്. ഓക്കെ, inside flooring tiles. ഓക്കെ, വാഷ്റൂംസിൻ്റെ ടൈലിങ്ങിന് 10 ദിവസം വേണ്ടി വരും ഡ്യൂറേഷന്. ഇൻസൈഡ് ഫ്ലോറിങ്ങിന് 15 ദിവസം വേണ്ടി വരും. വാഷ്റൂമിൻ്റെ ടൈലിങ് തുടങ്ങി ഒരു 2 ദിവസം കഴിയുമ്പോൾ തൊട്ട് എനിക്ക് ഇൻസൈഡ് ഫ്ലോറിങ് സ്റ്റാർട്ട് ചെയ്യാം എന്നുണ്ടെങ്കിൽ, ഉടനെ പറ്റില്ല, ഇൻസൈഡ് ഫ്ലോറിങ് 2 ദിവസം കഴിഞ്ഞാൽ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സ്റ്റാർട്ട് ടു സ്റ്റാർട്ട് വാഷ്റൂമിൻ്റെ സക്സസറായിട്ട് ഇൻസൈഡ് ഫ്ലോറിങ് 2 ദിവസം കഴിഞ്ഞ് തുടങ്ങും. ഇപ്പോൾ ടൈലിങ്ങിന് വാഷ്റൂം ഫിനിഷ് ആയില്ലെങ്കിലും ഫിനിഷ് ആയാലും ഇൻസൈഡ് ഫ്ലോറിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. അതാണ് നമ്മൾ ഈ റിലേഷൻ നിന്നും മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതേപോലെ ഇൻസൈഡ് ഫ്ലോറിങ് സ്റ്റാർട്ട് ചെയ്താൽ 2 ദിവസം കഴിഞ്ഞാൽ ആക്ടിവിറ്റി 4 സ്റ്റാർട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ അത് നമുക്ക് ഗ്രൗട്ടിങ് ആണെന്ന് വെച്ചു. ടൈൽ ഗ്രൗട്ടിങ് ആണെങ്കിൽ ടൈൽ ഗ്രൗട്ടിങ് വർക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ടൈൽ ഗ്രൗട്ടിങ് 3 ദിവസം കൊണ്ട് തീർക്കേണ്ട വർക്കാണ്. ഇവിടെ നമുക്ക് ഇൻസൈഡ് ഫ്ലോറിങ് ഒരിക്കലും സ്റ്റാർട്ട് ടു സ്റ്റാർട്ട് മാത്രം കൊടുത്താൽ പറ്റില്ല. അപ്പം ടൈൽ ഗ്രൗട്ടിങ് ഇൻസൈഡ് ഫ്ലോറിങ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന റിലേഷൻഷിപ്പാണ് ഫിനിഷ് ടു ഫിനിഷ് എന്ന് പറയുന്ന റിലേഷൻഷിപ്പാണ്. അതായത് ടൈലിങ് ഇൻ വാഷ്റൂമും ഇൻസൈഡ് ഫ്ലോറിങ്ങും ഫിനിഷ് ചെയ്യണം. ടൈൽ ഗ്രൗട്ടിങ്ങിന് ആകെ 3 ദിവസം മതി. പക്ഷേ ഈ 2 പേർക്കും ഫിനിഷ് ചെയ്താൽ മാത്രമേ നമുക്ക് ടൈൽ ഗ്രൗട്ടിങ് ഫിനിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 1 ദിവസം കൂടെ വേണം മിനിമം. അതാണ് കൺസെപ്റ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ടൈൽ ഗ്രൗട്ടിങ്ങിൻ്റെ ഇൻസൈഡ് ഫ്ലോറിങ് സ്റ്റാർട്ട് ടു സ്റ്റാർട്ടിന് പകരം ഫിനിഷ് ടു ഫിനിഷും 1 ദിവസം ലാഗും കൊടുക്കും.
അപ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ കൺട്രോൾ വരിക എന്ന് പറയുന്നത് ഈ ഫിനിഷ് ഡേറ്റിലായിരിക്കും കൺട്രോൾ വരിക. അപ്പോൾ ഈ ഫിനിഷ് ടു സ്റ്റാർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഫിനിഷ് ഡേറ്റ് ടു സ്റ്റാർട്ട് ഡേറ്റിന് കൺട്രോളാണ്. ഫിനിഷ് ടു ഫിനിഷ് എന്ന് പറയുമ്പോൾ ഫിനിഷ് ഡേറ്റ് ടു ഫിനിഷ് ഡേറ്റിനെ കൺട്രോൾ ചെയ്യാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റിയുടെ ഫിനിഷ് ഡേറ്റിനെ കൺട്രോൾ ചെയ്യാണ്. അപ്പോൾ അടുത്തത് നമുക്ക് ഇതിൽ തന്നെ നമുക്ക് ലാഗിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. നെഗറ്റീവ് ലാഗും പോസിറ്റീവ് ലാഗും കൊടുക്കാം. ഇതിൽ നമുക്ക് ഈ ടൈൽ ഗ്രൗട്ടിന് ഫോർ എക്സാമ്പിൾ ഇത് പോസിറ്റീവ് ലാഗാണ്. എനിക്ക് ഒരു കേസ് ഫിനിഷ് ടു ഫിനിഷ് 1 ഡേ ടൈൽ ഗ്രൗട്ടിങ്. ടൈൽ ഗ്രൗട്ടിങ്ങിന് ഇൻസൈഡ് ഫ്ലോറിങ് ഫിനിഷ് ടു ഫിനിഷിന് ഒരു ദിവസം മുമ്പേ എനിക്ക് ഗ്രൗട്ടിങ് തീർക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എനിക്ക് നെഗറ്റീവ് ലാഗ് കൊടുക്കാം. അപ്പോൾ 27 -1 ഫിനിഷ് ടു ഫിനിഷ് 3 ദിവസം. ഇപ്പം 27-ാം തീയതി ഇൻസൈഡ് ഫ്ലോറിങ് തീരുന്നു, അന്ന് തന്നെ ടൈൽ ഗ്രൗട്ടിങ് തീരുന്നു. അത് -1 ഫിനിഷ് ടു ഫിനിഷാണ് റിലേഷൻഷിപ്പ് കൊടുത്തിരുന്നത്. -2 കൊടുത്ത് നോക്കാം. 26-ാം തീയതി തീരുന്നു. അപ്പോൾ ഇൻസൈഡ് ഫ്ലോറിങ് 27-ാം തീയതി. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ലോജിക് എന്ന് പറയുന്നത് നമുക്ക് ഇൻസൈഡ് ഫ്ലോറിങ് തീരുന്നതിന് ഒരു ദിവസം മുമ്പ് ടൈൽ ഗ്രൗട്ടിങ് തീർക്കണം. അതിൻ്റെ അകത്ത് എന്താണ് നമ്മുടെ ശരിക്കുള്ള ഉദ്ദേശം എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടെ റിലേഷൻഷിപ്പ് കൊടുക്കേണ്ടത്. ഇൻസൈഡ് ഫ്ലോറിങ് ഫിനിഷ് ചെയ്യുന്ന ഡേറ്റിന് ഒരു ദിവസം മുമ്പ് മതി എന്നുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാമായിരുന്നു, ഫിനിഷ് ടു സ്റ്റാർട്ടിന് -2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫിനിഷ് ചെയ്യുന്നതിന് 2 ദിവസം മുമ്പ് ഇത് സ്റ്റാർട്ട് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ വേണമെങ്കിലും, അല്ലെങ്കിൽ ഇതിൻ്റെ ഡ്യൂറേഷനെക്കാട്ടിലും 5 ദിവസം ബാക്കിലാണെങ്കിൽ സെയിം 21 സ്റ്റാർട്ടാവും. ഇപ്പോൾ ഫിനിഷ് ടു സ്റ്റാർട്ടാണെങ്കിൽ തിരിച്ച് 21ലേക്ക് വരണമെങ്കിൽ ഫിനിഷ് ടു സ്റ്റാർട്ടിന് -2ന് പകരം -5 കൊടുക്കുക. തിരിച്ച് 21ലേക്ക് സ്റ്റാർട്ട് ഡേറ്റ് എത്തി. അപ്പോൾ ഇവിടെ കൺസെപ്റ്റ് മാറി. ഇവിടെ ഇൻസൈഡ് ഫ്ലോറിങ് 27ന് ഫിനിഷ് ചെയ്യുന്നു എന്ന് ഉറപ്പിച്ച ശേഷം മാത്രമേ 21ന് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ ടൈൽ ഗ്രൗട്ടിങ്. അപ്പോൾ ഇവിടുത്തെ ഇതിൻ്റെ പ്രോഗ്രസ് അനുസരിച്ച് ഈ ഡേറ്റ് ടൈൽ ഗ്രൗട്ടിങ്ങിൻ്റെ ഡേറ്റ് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് ഞാൻ 17 ദിവസം കൊണ്ടാണ് തീർക്കുന്നതെങ്കിൽ ഇവിടുത്തെ ഈ ഡേറ്റ് 23-ന് മാറി. 15 ആണെങ്കിൽ ഇത് 21ലേക്ക് മാറി. അപ്പോൾ ഈ ഡിഫറൻസ് എങ്ങനെ വന്നു എന്നുള്ളതിൻ്റെ ലോജിക്കാണ് നമ്മൾ ഫിനിഷ് ടു സ്റ്റാർട്ടിനും ഫിനിഷ് ടു ഫിനിഷിനും നമ്മൾ ലാഗ്, പോസിറ്റീവ് ലാഗ്, നെഗറ്റീവ് ലാഗ് കൊടുക്കുമ്പോൾ ഉള്ളത് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ഇവിടെ നമ്മൾ ഫിനിഷ് ടു സ്റ്റാർട്ട് പഠിച്ചു, സ്റ്റാർട്ട് ടു സ്റ്റാർട്ട് പഠിച്ചു, ഫിനിഷ് ടു ഫിനിഷ് പഠിച്ചു. ഫിനിഷ് ടു ഫിനിഷ് ഞാൻ ഒന്നുകൂടെ പറയാം. ഇതെല്ലാം ഞാൻ ഫിനിഷ് ടു ഫിനിഷ് ആക്കുകയാണ്. ഇപ്പോൾ കണ്ടീഷൻ ആക്ടിവിറ്റി 1 ഫിനിഷ് ചെയ്താൽ മാത്രമേ ടൈല് ഫിനിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ലാഗെല്ലാം 0 ആക്കി കൊടുക്കാം. ഇൻസൈഡ് ഫ്ലോറിങ് ലാഗ് -ആയിരുന്നു, അത് 0 ആക്കി കൊടുക്കാം.
ടൈൽ ഗ്രൗട്ടിങ് ഫിനിഷ് ആക്ടിവിറ്റി 5. ഓക്കെ, ഇപ്പം നമ്മുടെ ആക്ടിവിറ്റി 1 ഫിനിഷ് ചെയ്താൽ മാത്രമേ ടൈലിംഗ് ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ആക്ടിവിറ്റി 1 8ന് ഫിനിഷ് ചെയ്തു. 1 ഓഗസ്റ്റിന് ടൈലിംഗ് സ്റ്റാർട്ടായി. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് 8 ഓഗസ്റ്റിന് ഈ ടൈലിംഗ് ഫിനിഷ് ആകുന്നത്. ഇവിടെ 14 ഓഗസ്റ്റാണ് കാണിച്ചിരുന്നത്. ഈ 14 ഓഗസ്റ്റ് എന്ന് പറയുന്നത് 14 മൈനസ് 10 ഇതിൻ്റെ ഇടയിൽ 2 സാറ്റർഡേ സൺഡേയും വരുന്നുണ്ട്. കലണ്ടർ നോക്കുക. 14 ഞാൻ 10th 11th നെറ്റ് പോയി. 1 2 3 4 5 6 7 8 9 1 ഓഗസ്റ്റിൽ വന്നു. ഇവിടെ 3 4 10 11 സാറ്റർഡേ സൺഡേ അങ്ങനെ 4 ദിവസം പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് 1 ഓഗസ്റ്റിലേക്ക് വരുന്നത്. അതേപോലെ തന്നെ ഈ പ്രൊജക്റ്റിൻ്റെ സ്റ്റാർട്ട് ഡേറ്റായിട്ട് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്തപ്പോൾ കൊടുത്ത ഡേറ്റ് 1 ഓഗസ്റ്റാണ് പ്രോജക്റ്റ് സ്റ്റാർട്ട് ഡേറ്റ്. അപ്പം ഇവിടെ എന്ത് കാരണം ഉണ്ടായാലും ശരി, ഇത് 1 ഓഗസ്റ്റിന് ഇപ്പോൾ ഈ ഡ്യൂറേഷൻ നമ്മൾ 11 ആക്കിയാൽ 15 ഓഗസ്റ്റിന് തീരത്തുള്ളൂ. കാരണം പ്രൊജക്റ്റിൻ്റെ സ്റ്റാർട്ട് ഡേറ്റ് 1 ഓഗസ്റ്റാണ്. അതിനു മുമ്പേ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ യാതൊരു കാരണവശാലും പറ്റില്ല. പക്ഷേ ആക്ടിവിറ്റി 1 സപ്പോസ് ഫിനിഷ് ആയില്ല, അത് 16 ദിവസമോ 17 ദിവസമായിട്ട് മാറിയെന്ന് സങ്കല്പിക്കുക. ആ സമയത്ത് 17 ഇതിന് 11 ദിവസമാണ്. അപ്പം ഞാൻ 12 ദിവസം ആക്ടിവിറ്റി 1-നെടുത്തു. അങ്ങനെയാണ് കണ്ടോ, 2 ഓഗസ്റ്റിന് സ്റ്റാർട്ട് ചെയ്താൽ മതി. 16th തന്നെ അത് ഫിനിഷ് ചെയ്തു. കറക്റ്റ് 11 ആണെങ്കിലും 15th തന്നെ ഫിനിഷ് ചെയ്തു. അപ്പോൾ പരമാവധി ഈ ടൈലിംഗ് ഇൻ വാഷ്റൂം എന്ന് പറയുന്ന ആക്ടിവിറ്റി നമുക്ക് എപ്പോൾ ഫിനിഷ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കണ്ടീഷൻ മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അതിനനുസരിച്ച് സോഫ്റ്റ്വെയർ പുറകിലേക്ക് സ്റ്റാർട്ട് ഡേറ്റാണ് മാറ്റുന്നത്. സ്റ്റാർട്ട് ഡേറ്റ് മാറ്റിയാൽ മാക്സിമം എവിടെ വരെ മാറ്റാൻ പറ്റും? പ്രോജക്റ്റിൻ്റെ സ്റ്റാർട്ട് ഡേറ്റ് വരെ മാറ്റാൻ പറ്റത്തുള്ളൂ. ഇതിനിപ്പോൾ ഞാൻ 11 ദിവസം എന്നുള്ളത് 8 ദിവസം കൊണ്ട് തീർത്തു ഈ ആക്ടിവിറ്റി 1. ഇതിൻ്റെ സ്റ്റാർട്ട് ഡേറ്റ് മാറുന്നില്ല. അപ്പം ഈ ഒരു ലോജിക്ക് നമുക്ക് റിലേഷൻഷിപ്പ് കൊടുക്കുമ്പോൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി വളരെ റെയറായിട്ട് എന്നാൽ വളരെ ഉപകാരം ഉള്ള മറ്റൊരു റിലേഷൻഷിപ്പാണ് സ്റ്റാർട്ട് ടു ഫിനിഷ് എന്ന് പറയുന്നത്. നമ്മൾ ഇത് എവിടെ ഉപയോഗിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എക്സാമ്പിൾസ് കാണിച്ചു തരാം. സ്റ്റാർട്ട് ടു ഫിനിഷ്. ഓക്കെ, ഇതേ സിമിലർ ഐറ്റം തന്നെ നമുക്ക് ടൈൽ ഗ്രൗട്ടിങ് സ്റ്റാർട്ട് ചെയ്ത ശേഷം മാത്രം മതി ഇൻസൈഡ് ഫ്ലോറിങ് ഫിനിഷ് ചെയ്താൽ മതി എന്നതാണ് കണ്ടീഷൻ എന്നുണ്ടെങ്കിൽ, അതായത് ഇൻസൈഡ് ഫ്ലോറിങ് ഒരിക്കലും ടൈൽ ഗ്രൗട്ടിങ് സ്റ്റാർട്ട് ചെയ്യാതെ ഫിനിഷ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് കണ്ടീഷനെങ്കിൽ എങ്ങനെ കൊടുക്കും? ഇൻസൈഡ് ഫ്ലോറിങ്ങിൻ്റെ ടൈൽ ഗ്രൗട്ടിങ്ങിൻ്റെ പ്രിഡസസർ എന്ന് പറയുന്നത് ഇൻസൈഡ് ഫ്ലോറിങ് ആണ്. ഇതിന് സ്റ്റാർട്ട് ടു ഫിനിഷ് ടു സ്റ്റാർട്ട് ടു ഫിനിഷ്. ടൈൽ ഗ്രൗട്ടിങ്
1 ഓഗസ്റ്റിലേക്ക് മാറി. നമുക്ക് തിരിച്ച് നോക്കാം. ഫിനിഷ് ടു സ്റ്റാർട്ട് ടൈൽ ഗ്രൗട്ടിങ് നേരെ 22 ഓഗസ്റ്റിലേക്ക് മാറി. ഇപ്പോൾ നമ്മുടെ കണ്ടീഷൻ പറഞ്ഞു, ഇൻസൈഡ് ഫ്ലോറിങ് ടൈൽ ഗ്രൗട്ടിങ് ഫിനിഷ് ചെയ്ത ശേഷം മാത്രമേ ഇൻസൈഡ് ഫ്ലോറിങ് ഫിനിഷ് ചെയ്യാവുള്ളൂ എന്നതാണ് കണ്ടീഷൻ എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഈ റിലേഷൻഷിപ്പ് റിമൂവ് ചെയ്യണം. ടൈൽ ഗ്രൗട്ടിങ്ങിന് മാത്രം ഇൻസൈഡ് ഫ്ലോറിങ്ങിൻ്റെ സക്സസറായിട്ട് ടൈൽ ഗ്രൗട്ടിങ് കൊടുക്കുമ്പം അസൈൻ പറയുക ടൈൽ ഗ്രൗട്ടിങ് കൊടുത്തു. സ്റ്റാർട്ട് ടു ഫിനിഷ്. ഇൻസൈഡ് ഫ്ലോറിങ് ടൈൽ ഗ്രൗട്ടിങ് സ്റ്റാർട്ട് ടു ഫിനിഷ് ഇൻസൈഡ് ഫ്ലോറിങ്. അപ്പോൾ ടൈൽ ഗ്രൗട്ട് മാക്സിമം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ദിവസം 1 ഓഗസ്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. നമുക്കിതിൻ്റെ ഡ്യൂറേഷൻ ഒന്ന് കുറച്ച് കൊടുക്കും. ഓക്കെ, ഇപ്പോൾ ടൈൽ ഗ്രൗട്ടിൻ്റെ ഡേറ്റ് 6 ഓഗസ്റ്റിലേക്ക് മാറ്റി. അപ്പം സപ്പോസ് ടൈൽ ഗ്രൗട്ടിങ് ഞാൻ 6 ദിവസം, ഇതിൻ്റെ ഡ്യൂറേഷൻ 5 ആണ്, ഇത് 6 ദിവസം ആക്കിയെങ്കിൽ എന്താണ് മാറ്റം വരുന്നത്? കണ്ടോ, ഇത് വീണ്ടും ബാക്കിലേക്ക് ടൈൽ ഗ്രൗട്ടിങ് പോവാണ്. ശരിക്കും നമ്മൾ ലിസ്റ്റിൽ വരുമ്പോൾ ഇൻസൈഡ് ഫ്ലോറിങ് മുകളിലാണ് വരുന്നത്, ടൈൽ ഗ്രൗട്ടിങ് താഴെയാണ് വരുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോർമലി നമ്മൾ ഫോർവേഡ് ലൂപ്പിംഗ് കൊടുക്കുമ്പം ഇത് റിവേഴ്സ് ലൂപ്പിംഗ് എന്ന് പറയുന്ന സിസ്റ്റമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് എപ്പോഴാവശ്യമായി വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പെർട്ടിക്കുലർ കണ്ടീഷനിൽ നമുക്ക് ഒരു ആക്ടിവിറ്റി മാത്രം, ഈ ടൈൽ ഗ്രൗട്ടിംഗ് എന്ന് പറയുന്ന ആക്ടിവിറ്റി ഇൻസൈഡ് ഫ്ലോറിങ്ങിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്, അല്ലെങ്കിൽ ഇവർ തമ്മിൽ മാത്രം ഒരു ഇൻഡിവിജ്വൽ കണക്ഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ടു ഫിനിഷ് എന്ന് പറയുന്ന. ഇപ്പോൾ ഇവിടെ സപ്പോസ് ഒരു ദിവസം ആണ് ടൈൽ ഗ്രൗട്ടിങ്. അപ്പോൾ ഇൻസൈഡ് ഫ്ലോറിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടൈൽ ഗ്രൗട്ടിങ് സ്റ്റാർട്ട് ടു ഫിനിഷ്. ഇപ്പം പ്രെഡിസസർ എടുത്ത് നോക്കിയാൽ ഇൻസൈഡ് ഫ്ലോറിങ്ങിൻ്റെ പ്രെഡിസസർ ടൈലിംഗ് ഇൻ വാഷ്റൂമാണ്, സക്സസർ ടൈൽ ഗ്രൗട്ടിംഗ് ആണ്. ടൈൽ ഗ്രൗട്ടിങ്ങിൻ്റെ പ്രെഡിസസർ ഇൻസൈഡ് ഫ്ലോറിംഗ് ആണ്. ഇൻസൈഡ് ഫ്ലോറിങ് സ്റ്റാർട്ട് ടു ഫിനിഷ് ടൈൽ ഗ്രൗട്ടിങ്. ഇൻസൈഡ് ഫ്ലോറിങ് സ്റ്റാർട്ട് ചെയ്യാതെ ടൈൽ ഗ്രൗട്ടിങ് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് കണ്ടീഷൻ. അപ്പം സാധാരണ നമ്മൾ അതിന് പറയാം, ഓക്കെ സ്റ്റാർട്ട് ടു ഫിനിഷ് എന്ന് മാത്രം പറഞ്ഞാൽ മതിയല്ലോ, അല്ല ഫിനിഷ് ടു സ്റ്റാർട്ടിൻ്റെ നെഗറ്റീവ് ലാഗ് കൊടുത്താൽ മതിയല്ലോ എന്ന് പറയും. പക്ഷേ ഫിനിഷ് ടു സ്റ്റാർട്ടിന് നെഗറ്റീവ് ലാഗ് കൊടുത്താൽ ഈ ലോജിക്ക് വർക്കൗട്ട് ആവില്ല. കാരണം ടൈൽ ഗ്രൗട്ടിങ് ഇവിടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇൻസൈഡ് ഫ്ലോറിങ്ങിന് മുമ്പ് ഫിനിഷ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ കണ്ടീഷൻ. ടൈലും ഗ്രൗട്ടുമായിട്ട് പറയുമ്പോഴത്തേക്ക് ഇത് ലോജിക്കല്ല, പല ലോജിക്കും ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു ജനറേറ്റർ റണ്ണിങ് ആണ്, പവറിലേക്ക് മാറ്റണമെങ്കിൽ ജനറേറ്റർ ഓഫ് ചെയ്യണമെങ്കിൽ പവർ വരണം എന്നുള്ളൊരു കണ്ടീഷനാണെങ്കിൽ നമുക്ക് ഇതേ സ്റ്റാർട്ട് ടു ഫിനിഷ് കൊടുക്കാം. പവർ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജനറേറ്റർ ഫിനിഷ് ചെയ്യണം, അല്ല ജനറേറ്റർ നമുക്ക് ഫിനിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പവർ സ്റ്റാർട്ടാകണം എന്നുള്ള കണ്ടീഷൻ. അതേപോലെ സിമിലർ കണ്ടീഷനാണ് ഇവിടെ.
നമുക്ക് ഇൻസൈഡ് ഫ്ലോറിങ് ടൈൽ ഗ്രൗട്ടിങ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസൈഡ് ഫ്ലോറിങ് ഫിനിഷ് ആവോ ഇല്ലയോ എന്ന് ഉറപ്പിച്ച ശേഷം ഇൻസൈഡ് ഫ്ലോറിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ നമുക്ക് ഡ്യൂറേഷൻ 6 ദിവസം കൊടുത്തു. ടൈൽ ഗ്രൗട്ടിങ് ഫിനിഷ് ആയിക്കഴിഞ്ഞാൽ മാത്രമേ ഇൻസൈഡ് ഫ്ലോറിങ്ങിന് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 4 ടൈപ്പ് റിലേഷൻഷിപ്പാണുള്ളത്. ഈ 4 ടൈപ്പ് റിലേഷൻഷിപ്പ് നമ്മൾ ഓരോ സർക്കംസ്റ്റൻസ് അനുസരിച്ച് ലോജിക്ക് അനുസരിച്ച് ചെയ്യുക. ഇപ്പം നോർമൽ റിലേഷൻഷിപ്പ് ഫിനിഷ് ടു സ്റ്റാർട്ട് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഇങ്ങനെ ഫിനിഷ് ടു സ്റ്റാർട്ട് കാണിക്കും. ഞാനിത് എല്ലാത്തിനും ഫിനിഷ് ടു സ്റ്റാർട്ട് അഡീഷണൽ റിലേഷൻഷിപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ള റിലേഷൻഷിപ്പെല്ലാം കട്ടായി. ഇനിയും നമ്മൾ പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ലാഗ്, പോസിറ്റീവ് ലാഗ് ഡിഫോൾട്ടായിട്ട് 0 ലാഗിലാണ് നടക്കുന്നത്. ഇപ്പോൾ റിലേഷൻഷിപ്പ് കൊടുക്കുമ്പോൾ നമുക്ക് 4 ടൈപ്പ് റിലേഷൻഷിപ്പ് പ്ലസ് 3 ഓപ്ഷൻസാണ്. അതായത് ഒരു ടൈപ്പ് റിലേഷൻഷിപ്പ് പ്ലസ് നെഗറ്റീവ് ലാഗ്, പോസിറ്റീവ് ലാഗ്, 0 ലാഗ്, അങ്ങനെ മൊത്തം 12 ടൈപ്പ് റിലേഷൻഷിപ്പ് നമുക്ക് ഈ ആക്ടിവിറ്റീസ് തമ്മിൽ കൊടുക്കാൻ പറ്റും. ഈ 12 ടൈപ്പ് റിലേഷൻഷിപ്പ് ഉപയോഗിക്കുന്ന സാഹചര്യം നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ നമ്മൾ ആദ്യമേ ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പം അതിൻ്റെ അകത്ത് ഏത് സാഹചര്യത്തിലാണ് ഈ ഏത് റിലേഷൻഷിപ്പാണ് കൊടുക്കേണ്ടതെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ഫിനിഷ് ടു സ്റ്റാർട്ട് കൊടുക്കാൻ പറ്റാത്ത ഒരവസരം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ കൂടെ പോകേണ്ടത് ഫിനിഷ് ടു സ്റ്റാർട്ട് പറ്റാത്ത സാഹചര്യം എന്താണോ. ഇപ്പം ഫോർ എക്സാമ്പിൾ ടൈലിംഗ് ഇൻ വാഷ്റൂം ഫിനിഷ് ടു സ്റ്റാർട്ട് ഇൻസൈഡ് ഫ്ലോറിംഗ് ടൈൽസ് എന്ന് പറയുന്നത് നമുക്ക് ഈ റിയൽ വർക്കിംഗ് എൻവയോൺമെൻറ്റിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഫിനിഷ് ടു സ്റ്റാർട്ട് അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ ഫിനിഷ് ടു സ്റ്റാർട്ട് കൊടുത്തിട്ട് നെഗറ്റീവ് ലാഗ് കൊടുക്കേണ്ട കാര്യമില്ല. കാര്യം അപ്പോൾ ഈ ടൈലിംഗ് ഇൻ വാഷ്റൂമിൻ്റെ പ്രോഗ്രസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും തോറും ഇൻസൈഡ് ഫ്ലോറിങ്ങിൻ്റെ സ്റ്റാർട്ട് ഡേറ്റ് മാറിക്കൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ ഫിനിഷ് ടു സ്റ്റാർട്ട് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻസൈഡ് ഫ്ലോറിങ് ഫിനിഷ് ടു സ്റ്റാർട്ട് ഉണ്ട്. മറ്റേ ഞാൻ റിമൂവ് ചെയ്യണം. ഫിനിഷ് ടു ഫിനിഷ് റിമൂവ് ചെയ്യും. ഓക്കെ, ഇവിടെ ഞാൻ ഡ്യൂറേഷൻ കൂട്ടി കൊടുക്കും. 15 ദിവസമാക്കി കൊടുത്തു. കണ്ടോ, ഇൻസൈഡ് ഫ്ലോറിങ്ങിൻ്റെ സ്റ്റാർട്ട് ഡേറ്റ് നീങ്ങിക്കൊണ്ടേയിരിക്കുക. ഇനി ഞാനതിന് ഒരു നെഗറ്റീവ് ലാഗ് കൊടുക്കുകയാണെന്ന് വെച്ചു. ഇൻസൈഡ് ഫ്ലോറിങ് ഒരു -5 കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇൻസൈഡ് ഫ്ലോറിങ് നമുക്ക് ഇതിനുള്ളിലേക്ക് വന്നു. കറക്റ്റ് രണ്ടും ടൈലിംഗ് ഇൻ വാഷ്റൂമും ഇൻസൈഡ് ഫ്ലോറിങ് 2 സെപ്റ്റംബറിൽ തീരുന്നു എന്നുള്ള കൺസെപ്റ്റായി. പക്ഷേ എൻ്റെ ടൈലിംഗ് എന്നെ സംബന്ധിച്ചിടത്തോളം ടൈലിംഗ് ഇൻ വാഷ്റൂം ഫിനിഷ് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല എനിക്ക് ഇൻസൈഡ് ഫ്ലോറിങ് തീർക്കാൻ. അപ്പം സപ്പോസ് ടൈലിംഗ് ഇൻ വാഷ്റൂം 15 ദിവസം എന്നുള്ളത് 16 ദിവസമായാലും എനിക്ക് 2 സെപ്റ്റംബറിൽ ഇത് തീർക്കാൻ പറ്റും ഇൻസൈഡ് ഫ്ലോർ. പക്ഷേ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ നെഗറ്റീവ് ലാഗിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഡേറ്റ് കാണിക്കുന്നത് 3 സെപ്റ്റംബറിൽ തീർക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ ലോജിക്ക് തെറ്റാണ്. ഇങ്ങനത്തെ തെറ്റായ ലോജിക്ക് ഷെഡ്യൂളിൽ വരാതിരിക്കണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് പ്രാക്ടിക്കലി സൈക്കിളിലുള്ള കണ്ടീഷൻ എന്താണോ അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. ഇവിടെ ഏറ്റവും പറ്റുന്ന ലോജിക്ക് എന്താണ്? ടൈലിംഗ് ഇൻ വാഷ്റൂം സ്റ്റാർട്ട് ടു സ്റ്റാർട്ട്
ഇൻസൈഡ് ഫ്ലോറിങ് എന്നുള്ളതാണ്. 2 ദിവസം ലാഗ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായി. ഓക്കെ. ഇപ്പോൾ ടൈലിംഗ് ഇൻ വാഷ്റൂം സ്റ്റാർട്ട് ടു സ്റ്റാർട്ട് 2 ദിവസം 15 ഓഗസ്റ്റിന്. ഇവിടെ ഞാൻ ഈ 16 എന്നുള്ളത് 20 ദിവസമായാലും എൻ്റെ ഇൻസൈഡ് ഫ്ലോറിങ്ങിൻ്റെ സ്റ്റാർട്ട് ഡേറ്റ് മാറുന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മൾ ലോജിക്സ് എന്താണ് റിലേഷൻഷിപ്പ് കൊടുക്കുന്നതാണ്. നമ്മൾ ഒരു ആക്ടിവിറ്റിയുടെ സപ്പോസ് ഇത് 6 ദിവസമായി കുറഞ്ഞു. 6 ദിവസമായിട്ട് കുറഞ്ഞാലും ഇതിൻ്റെ ഡ്യൂറേഷൻ കുറഞ്ഞാലും കൂടിയാലും ഒന്നും അതിൻ്റെ നെക്സ്റ്റ് ആക്ടിവിറ്റി നമുക്ക് മാക്സിമം അഫക്റ്റ് ചെയ്യാത്ത രീതിയിലായിരിക്കണം നമ്മുടെ ഇത് കൊടുക്കുന്നത്. അഫക്റ്റ് ചെയ്യും, റിയലി അഫക്റ്റ് ചെയ്യുമെന്നുണ്ടെങ്കിൽ നമ്മൾ റിയലി അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പ് കൊടുക്കുക. ഇത് അഫക്റ്റ് ചെയ്യില്ല, നമ്മുടെ പെർട്ടിക്കുലർ ഒരു കണ്ടീഷൻ മാത്രം മതി, അതിൻ്റെ സ്റ്റാർട്ട് ഡേറ്റ് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെ കൊടുക്കാവുള്ളൂ. ഇപ്പോൾ സ്റ്റാർട്ട് ടു സ്റ്റാർട്ടാണ്, എനിക്ക് ഫിനിഷ് ടു ഫിനിഷും വേണമെന്നുണ്ടെങ്കിൽ ടൈലിംഗ് ഇൻ വാഷ്റൂം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് 1 ദിവസം കഴിഞ്ഞ് എനിക്ക് എന്ത് ഇൻസൈഡ് ഫ്ലോറിങ് ഫിനിഷിങ് പറ്റും. ചിലപ്പോൾ എനിക്ക് കർബ് അതിൻ്റെ സൈഡിൽ നമ്മുടെ കീയും ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ 1 ദിവസം കഴിഞ്ഞാൽ പറ്റുവാണെങ്കിൽ ഞാൻ അഡീഷണൽ ഒരു റിലേഷൻഷിപ്പ് ഇവിടെ ആഡ് ചെയ്യാണ്. ടൈലിംഗ് ഇൻ വാഷ്റൂം ഒരു അഡീഷണൽ റിലേഷൻഷിപ്പ് കൂടെ ആഡ് ചെയ്യാണ്. അത് ഫിനിഷ് ടു സ്റ്റാർട്ടല്ല, ഫിനിഷ് ടു ഫിനിഷ് 1 ദിവസം ലാഗ്. ഓക്കെ. ഇപ്പോൾ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈൽ ഗ്രൗട്ടിങ് എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ഫ്ലോറിങ് സ്റ്റാർട്ട് ടു ഫിനിഷ് ഫിനിഷ് ടു സ്റ്റാർട്ട് റിമൂവ് ചെയ്യുക. സ്റ്റാർട്ട് ടു സ്റ്റാർട്ടല്ല, ഫിനിഷ് ടു ഫിനിഷ് 1 ഡേ. അതേപോലെ ഇൻസൈഡ് ഫ്ലോറിങ് സ്റ്റാർട്ട് ടു സ്റ്റാർട്ട് 2 ഡേയ്സ്. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ഡബിൾ റിലേഷൻഷിപ്പ് കൊടുത്തു. ഇൻസൈഡ് ഫ്ലോറിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടൈൽ ഗ്രൗട്ടിങ് നമുക്ക് 2 ദിവസം കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇൻസൈഡ് ഫ്ലോറിങ് 15-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടൈൽ ഗ്രൗട്ടിങ് 19-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഇൻസൈഡ് ഫ്ലോറിങ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ 1 ദിവസം കഴിയുമ്പം എനിക്ക് ടൈൽ ഗ്രൗട്ടിങ് ഫിനിഷ് ചെയ്യാം. സപ്പോസ് ഇത് 3 നോക്കിക്കോണം 5 ദിവസം തന്നെ ആണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? 16, 17, 18 ഏത് ദിവസമാണെന്ന് നോക്കുക. ഓഗസ്റ്റ് 17, 18 ശനി ഞായറാണ്. 16-ാം തീയതി 1, 2. ഓക്കെ. നമ്മുടെ ലാഗ് എത്ര ദിവസമുണ്ട്? 2 ദിവസം ലാഗ് സ്റ്റാർട്ട് ടു സ്റ്റാർട്ട്. അപ്പം 13 കഴിഞ്ഞിട്ട് 2 ദിവസം ഇൻസൈഡ് ഫ്ലോറിങ് 15-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞിട്ട് ടൈൽ ഗ്രൗട്ടിങ് സ്റ്റാർട്ടാകുന്നു. ഓക്കെ. 16 2 ദിവസം ഓഗസ്റ്റ് 15-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു. 1, 2 19-ാം തീയതി ടൈൽ ഗ്രൗട്ടിങ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. 1, 2. ഓക്കെ. ഫിനിഷ് ടു ഫിനിഷ് 1 ദിവസമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫിനിഷ് ടു ഫിനിഷ് 21-ാം തീയതി തീരുന്നു, ഇവിടെ 23-ാം തീയതി തീരുന്നു. ഓക്കെ. ഇനി നമുക്ക് ഡ്യൂറേഷൻ മാറ്റി കൊടുക്കാം. ഇൻസൈഡ് ഫ്ലോറിങ്ങിൻ്റെ ഞാൻ 6 ദിവസം അത് 7 ദിവസമാക്കി. 23-ാം തീയതി 15-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നു, 23-ാം തീയതി 8 ദിവസമാക്കി. 15-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നു, 26-ാം തീയതി ആയി. അപ്പോൾ 26-ാം തീയതി തീരുമ്പം 27-ാം തീയതി ടൈൽ ഗ്രൗട്ടിങ് തീരത്തുള്ളൂ. ഇപ്പം നമ്മുടെ ലോജിക്സ് കറക്റ്റായിട്ട്
ഈ ഇൻസൈഡ് ഫ്ലോറിങ്ങിന് ഉള്ളിൽ ടൈൽ ഗ്രൗട്ടിങ് നിൽക്കുന്ന രീതിയിലും മാക്സിമം നിൽക്കുന്ന രീതിയിലും അതേസമയം തന്നെ ഇൻസൈഡ് ഫ്ലോറിങ് തീർന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞ് ടൈൽ ഗ്രൗട്ടിങ് തീരുന്ന രീതിയിലുള്ള ലോജിക്ക് കറക്റ്റായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇത് രണ്ട് ആക്ടിവിറ്റി ഇപ്പം നിൽക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെ ഡ്യൂറേഷൻ മാറ്റി നോക്കിയാലും ആ ലോജിക്ക് അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും. 3 ദിവസമാക്കി. 3 ദിവസം 19-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു, 21-ാം തീയതി തീർന്നു. 19 കഴിഞ്ഞ് 20, 21-ാം തീയതി സ്റ്റാർട്ട് 2 ദിവസം നമ്മൾ കൊടുത്തിട്ടുണ്ട്. 21-ാം തീയതി സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ ടൈൽ ഗ്രൗട്ടിങ്. ഇനി ഇതേ സാധനം തന്നെ എനിക്ക് ഒരു ദിവസം മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 21-ാം തീയതി അത് തീർന്നു, 22, 23-ാം തീയതി ടൈൽ ഗ്രൗട്ടിങ് സ്റ്റാർട്ട് ചെയ്തു. ഇതിന് 10 ദിവസം വേണം എനിക്ക് ഇൻസൈഡ് ഫ്ലോറിങ്. അങ്ങനെയാണെങ്കിൽ 28-ാം തീയതി തീർന്ന് 29-ാം തീയതി സ്റ്റാർട്ടിങ് ഡേറ്റ് 23-ലേക്ക് മാറി. അത് 29 - 5 എന്നുള്ള രീതിയിലാണ് വരിക. അപ്പോൾ ഇതാണ് നമ്മൾ ആക്ടിവിറ്റി റിലേഷൻഷിപ്പിൽ പ്രൈമോറയിൽ ഉള്ള ലോജിക്ക്. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. നിങ്ങൾ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഫിനിഷ് ടു സ്റ്റാർട്ട്, അതിന് പോസിറ്റീവ് ലാഗ് കൊടുക്കുക, നെഗറ്റീവ് ലാഗ് കൊടുക്കുക, 0 ലാഗ് കൊടുക്കുക. അതേപോലെ തന്നെ സ്റ്റാർട്ട് ടു സ്റ്റാർട്ട്, പോസിറ്റീവ് ലാഗ് കൊടുക്കുക, നെഗറ്റീവ് ലാഗ് കൊടുക്കുക, 0 ലാഗ് കൊടുക്കുക. ഫിനിഷ് ടു ഫിനിഷ്. നമ്മളൊരു സെറ്റ് ഓഫ് ആക്ടിവിറ്റി എടുത്തിട്ട്, ഫോർ എക്സാമ്പിൾ ഒരു റോഡ് പണിയുകയോ അല്ലെങ്കിൽ വീട് പണിയുകയോ അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ, ഒരു ചെറിയൊരു പ്രൊജക്റ്റ്, ഒരു 10 ആക്ടിവിറ്റി എടുത്തിട്ട് റിലേഷൻഷിപ്പ്, കണ്ടീഷൻസ്, ആക്ച്വൽ പ്രാക്ടിക്കൽ കണ്ടീഷൻ എങ്ങനെയാണ്, അത് എങ്ങനെ കൊടുക്കാം. സ്റ്റാർട്ട് ടു സ്റ്റാർട്ട് കൊടുക്കണോ, ഫിനിഷ് ടു ഫിനിഷ് കൊടുക്കണോ, അല്ലെങ്കിൽ നമുക്ക് ഫിനിഷ് ടു സ്റ്റാർട്ട് ടു ഫിനിഷ് കൊടുക്കണോ, അങ്ങനെ ഡിഫറെൻറ്റ് ലോജിക്സ് നമ്മൾ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കമൻറ്റിലൂടെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.